കർക്കിടക മാസം 1-ാം തീയതി തൊട്ട് തയ്യാറാകുക, 30 ദിവസവും തയ്യാറാകുക. ഈ 30 ദിവസം നമുക്ക് വർഷങ്ങളോ ഇതിനിപ്പോൾ വേണ്ടി വലിയ ഉപാസനകളൊന്നും വേണ്ട. രാവിലെ വിളക്ക് കൊളുത്തി നാമം ജപിക്കുക, അമ്പലത്തിൽ പോവുക, ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഇതിന് വലിയ ഭീകരമായി നിൽക്കുന്ന ഒരു സംഭവങ്ങളൊന്നും വേണ്ട. അപ്പം അതുകൊണ്ട് വരുന്ന ഒരു മാസം നമ്മളെല്ലാവരും വിശ്വാസികളാണ്. നമ്മുടെ പരമ്പര വളരേണ്ട നമ്മുടെ ആവശ്യമാണ്. ഇവിടെ സനാതനധർമ്മം നിലനിൽക്കേണ്ട ആവശ്യമാണ്. ഇവിടെ സത്യം നിലനിൽക്കേണ്ട ആവശ്യമാണ്. കലിയുഗത്തിലെ കലി ബാധിക്കാതിരിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. അഹങ്കാരത്തിൻ്റെയും സ്വരൂപത്തിലുള്ള കർമ്മങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടതാണ്. അപ്പം ഇതിനെല്ലാം ഒറ്റ മൂലിയാണ് രാമായണ മാസം. രാമായണ മാസത്തിലെ ഭക്തി കൊണ്ട് ആന്തരികവും മാനസികവും ശാരീരികവുമായി നിൽക്കുന്ന എല്ലാ ദുർബുദ്ധികളെയും മാറ്റിക്കൊണ്ട് നന്മയുടെയും ഐശ്വര്യത്തിൻ്റെ ഒരു കാലം സൃഷ്ടിക്കുന്നതിനിടയ്ക്ക് ഈ കർക്കിടക മാസം 1-ാം തീയതി തൊട്ട് കർക്കിടക മാസം അവസാനത്തെ ദിവസം വരെ നിങ്ങളുടെ കുടുംബത്ത് ഒരു പുണ്യ പൂങ്കാവനമായി ഞങ്ങൾ പരിരക്ഷിക്കും എന്നൊരു സത്യത്തോടുകൂടി, ഏത് പ്രതിജ്ഞയോടുകൂടി ഭഗവാൻ ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കാനായിട്ട് ഭഗവത് ഗുണങ്ങൾ നിൽക്കുന്ന സർവ്വലോക ഈശ്വരന്മാരുടെയും അനുഗ്രഹത്തിനു വേണ്ടി ഒരു മാസത്തെ നമുക്ക് വരവേൽക്കാം. അങ്ങനെ രാമായണ മാസത്തോടെ, ഈ വർഷത്തെ രാമായണത്തോടെ ഒരുപാട് പുണ്യാത്മാക്കൾ ഈ ഭൂമിയിൽ വരട്ടെ, ജനിക്കട്ടെ, നന്നാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥനയോടെ